നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാം. നല്ലൊരു ഉപ്പുമാവാണ്. എല്ലാവർക്കും ഹെൽത്തി എന്ന് കേൾക്കുമ്പോൾ ഒരു വിമുഖതയാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അവരെ പറ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് ബ്രൗൺ അവൽ എടുക്കുന്നുണ്ട്. ബ്രൗൺ അവലിന് പകരം നമുക്ക് വൈറ്റ് അവലും ഉപയോഗിക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഈ അവലിനെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തളിച്ചിട്ട് നനച്ചെടുക്കുക ചെയ്തത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവലിനെ 1 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടെ നനവ് കൂടും ചെയ്യും. പിന്നെ കുഴഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ തളിച്ചെടുത്തത്. പിന്നെ ഇവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ മുളപ്പിച്ചതെടുത്തിട്ടുണ്ട്. ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചെറുപയർ മുളപ്പിച്ചെടുത്തത്. പിന്നെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, ബീൻസ് പൊടിയായി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. ഭയങ്കര സിമ്പിളാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി തീരാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഈ ആവിയിലൊന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, ഞാൻ തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ പച്ചക്കറികളും അവലും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനൊന്നും കൂടെ ഒത്തിരി നേരം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. കുറച്ചും കൂടെ ഒന്ന് ആവി കയറ്റാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടിയൊക്കെ തുറന്ന് നമുക്ക് ഇതിനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ അവൽ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈ പച്ചക്കറികൾ ഞാൻ ഇത്രയൊക്കെ ചേർത്തു. വീട്ടിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണെങ്കിൽ വെരി ഈസി ആയിരിക്കും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള അവലുപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. കാരണം 1 മിനിറ്റിനുള്ളിൽ തന്നെ അതിനെ പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള അവലുപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ അവൽ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഹെൽത്തിയുമാണ് എന്നാൽ ഈസിയുമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.